നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശത്തിന് മാറ്റുകൂട്ടി വഞ്ചിപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചു. PP ചിത്തരഞ്ജൻ MLA വഞ്ചിപ്പാട്ട് മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി TV തോമസ് മെമ്മോറിയൽ അഖില കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് ഒളിമ്പ്യൻ NR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തീരദേശ ഹൈവേയിൽ പൂർത്തിയായ വാടപ്പുഴക്കലിങ്ങിന്റെയും കൽക്കട്ടിന്റെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ചടങ്ങിൽ അമ്പലപ്പുഴ MLA സലാം അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വിപണിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് R നാസർ ഓണം വിപണിയുടെ ഉദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശത്തിന് മാറ്റുകൂട്ടി വഞ്ചിപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചു. PP ചിത്തരഞ്ജൻ MLA വഞ്ചിപ്പാട്ട് മത്സരത്തിന്റെ ഉദ്ഘാടനം നടത്തി. ഓഗസ്റ്റ് 30-ന് പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശത്തിന് മാറ്റുകൂട്ടി വഞ്ചിപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചു. PP ചിത്തരഞ്ജൻ MLA മത്സരം ഉദ്ഘാടനം ചെയ്തു. ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മത്സരം കാണാനും ആസ്വദിക്കാനും നിരവധി വഞ്ചിപ്പാട്ട് പ്രേമികളാണ് നഗരത്തിലേക്ക് ഒഴുകിയെത്തിയത്. വഞ്ചിപ്പാട്ടിന്റെ താളത്തിനൊപ്പം കൈയടിച്ചും ആർപ്പ് വിളിച്ചും വഞ്ചിപ്പാട്ട് പ്രേമികൾ കൂടെ ചേർന്നപ്പോൾ കൈനഗിരി സുരേന്ദ്രൻ നഗർ അക്ഷരാർത്ഥത്തിൽ വള്ളംകളിയുടെ ആവേശത്തിലായി മാറി. കുട്ടനാട്, ആറന്മുള, വെച്ചുപാട്ട് എന്നീ ശൈലികളിലാണ് മത്സരങ്ങൾ നടന്നത്. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കാനെത്തി. ഉദ്ഘാടന ചടങ്ങിൽ മുൻ MLA CK സദാശിവൻ അധ്യക്ഷത വഹിച്ചു. ADM ആശാ C എബ്രഹാം പതാക ഉയർത്തി. വഞ്ചിപ്പാട്ട് വള്ളം പണിത തങ്കച്ചൻ ആചാര്യ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ MG സതീദേവി, ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി കൺവീനറായ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PS വിനോദ്, നെഹ്റു ട്രോഫി വള്ളംകളി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം SM ഇക്ബാൽ, വഞ്ചിപ്പാട് സബ് കമ്മിറ്റി അംഗങ്ങളായ ജോസ് കാവനാട്, D സലീം കുമാർ, KA പ്രമോദ്, KT ബേബി ചപ്പക്കുളം, AV മുരളി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി TV തോമസ് മെമ്മോറിയൽ അഖില കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് ഒളിമ്പ്യൻ NR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി TV തോമസ് മെമ്മോറിയൽ അഖില കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് ഒളിമ്പ്യൻ NR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അതായത് ഈ തലമുറയിലെ ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളും ചെറുപ്പക്കാരായിട്ടുള്ള കളിക്കാരുമുണ്ട്. ആലപ്പുഴയിലെ ഒരു പ്രഗത്ഭ കളിക്കാരനെ ഈ സമയത്ത് അനുസ്മരിക്കാതെ വയ്യ. ഇന്ത്യൻ ടീമിൽ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം നേടിക്കൊണ്ട് ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദിന് ശേഷം രണ്ടാമത് ഗ്രാൻഡ് മാസ്റ്ററായ ദിബേന്ദു ബർവെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ടീമിൽ ഇടം നേടി ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഡോക്ടർ P മനോജ് കുമാർ ആലപ്പുഴക്കാരനാണ്. പിന്നെ ഇവിടെയുള്ള കുറെ ആൾക്കാർക്കെങ്കിലും അറിയാം, സ്വാഗതം പറഞ്ഞിട്ടുള്ള ശ്രീ സന്തോഷ്. അദ്ദേഹം സന്തോഷ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, സന്തോഷ് കാർപോവ് എന്ന് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തെ അറിയുള്ളൂ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു ഫിലിപ്പീൻസിൽ നിന്നുള്ള ടിസാഡോ ജാൻമേൽ ഡീലാനുമായി മത്സരിച്ചാണ് ഒളിമ്പ്യൻ NR അനിൽകുമാർ മത്സരത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. ഓപ്പൺ, Under 15, Under 10, വനിതാ വിഭാഗങ്ങൾക്ക് പുറമെ 60 വയസ്സിന് മുകളിലുള്ളവർക്കായും പ്രത്യേക മത്സരം സംഘടിപ്പിച്ചിരുന്നു. പൊതുവിഭാഗത്തിലെ ചാമ്പ്യന് 10,001 രൂപയാണ് ക്യാഷ് പ്രൈസ് നൽകുന്നത്. കൂടാതെ ട്രോഫി, മെഡൽ, സർട്ടിഫിക്കറ്റുകൾ എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങളിലായി ആകെ 1 ലക്ഷം രൂപയോളം സമ്മാനത്തുക നൽകുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ വിവിധ ജില്ലകളിൽ നിന്നുമായി 300ഓളം മത്സരാർത്ഥികൾ എത്തിയിരുന്നു. നേരത്തെ ഉദ്ഘാടന യോഗത്തിൽ AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്, CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് S സോളമൻ, CPI ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി R സുരേഷ്, കൗൺസിലർമാരായ DP മധു, B നസീർ, സംഘാടക സമിതി കൺവീനർ PS സന്തോഷ് കുമാർ, AIYF ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുമോൻ,
ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി VS സൂരജ്, ചീഫ് കോർഡിനേറ്റർ ബിബി സെബാസ്റ്റ്യൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ആലപ്പുഴ. തീരദേശ ഹൈവേയിൽ പൂർത്തിയായ വാടപ്പുഴി കലുങ്കിന്റെയും കൽക്കെട്ടിന്റെയും ഉദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ചടങ്ങിൽ അമ്പലപ്പുഴ MLA സലാം അധ്യക്ഷനായി. തീരദേശ ഹൈവേയിൽ പൂർത്തിയായ വാടപ്പുഴി കലുങ്കിന്റെയും കൽക്കെട്ടിന്റെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ആ നല്ല വിഷന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന വാടപുഴി പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം. പണം അനുവദിച്ച് അതിന്റെ പുറകെ കൂടി 4,19,00,000 ചിലവിൽ മനോഹരമായി 1,90,00,000 രൂപ ഭൂമിക്ക് കൊടുത്ത് ഇന്നത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ കഴിയുന്നത്, അതിൽ സലാമിനെ ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്തതാണ്, ബഹുമാനിക്കുക. അതാണ് ഞാൻ പറഞ്ഞ വോട്ട് വെറുതെ പോയില്ല, വോട്ട് കൊടുത്തത് വേണം. എന്താണ് അമ്പലപ്പുഴ നടന്ന വികസനമൊക്കെ? ഈ കേരളത്തിൽ ഒരു 10 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താൽ, അത് ഞാൻ ആലപ്പുഴയിൽ പറഞ്ഞു, ഒരു 10 നിയമസഭാ മണ്ഡലം എടുത്താൽ അതിൽ ഒരു 5 വരുന്ന ഏറ്റവും വികസിതമായ മണ്ഡലങ്ങളിലൊന്നാണ് ഈ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലം. അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും സഹാബ് സലാമിനാണ് ഞാൻ പറയുന്നത്. തീരദേശ മേഖലയുടെ വികസനം എത്ര പദ്ധതികളാണ് നടക്കുന്നത്? റോഡ് വികസനം എത്ര പദ്ധതികളാണ്? പാലങ്ങൾ എത്ര പദ്ധതികളാണ്? സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രികൾ, ഇന്ത്യയിലുടനീളത്തിൽ പദ്ധതികളല്ലേ ആലപ്പുഴ പദ്ധതികൾ. 2.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലവും റോഡും 25 ലക്ഷം രൂപ ചെലവിൽ പൂർത്തീകരിച്ച സംരക്ഷണ ഭിത്തി, നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം സമീപവാസികളിൽ നിന്ന് ഏറ്റെടുക്കുന്നതിന് 1.90 കോടി രൂപ ഉൾപ്പെടെ ആകെ 4.18 കോടി രൂപയാണ് വാടപ്പുഴി പാലത്തിന്റെയും റോഡിന്റെയും നിർമ്മാണത്തിന് ചെലവഴിച്ചത്. തുടക്കത്തിൽ 6 മീറ്റർ മാത്രമായിരുന്ന കലുങ്ക് സുഗമമായ സഞ്ചാരത്തിന് 10 മീറ്ററാക്കി വീതി വർദ്ധിപ്പിച്ചു. ഇതിന്റെ ഇരുഭാഗത്തേക്കും BMBC നിലവാരത്തിൽ റോഡും പൂർത്തിയാക്കിയതോടെ മണ്ഡലത്തിലെ തീരദേശ ഹൈവേയിലൂടെയുള്ള സഞ്ചാരം ഇതോടെ സാധ്യമാവുകയാണെന്നും അധികൃതർ പറഞ്ഞു. തീരദേശ റോഡ് വഴിയുള്ള ഗതാഗതത്തിന് വാടപ്പുഴി കലുങ്ക് നിർമ്മിച്ച് റോഡ് പൂർത്തിയാക്കണമെന്ന് കാട്ടി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നാട്ടുകാർ സലാമിന് നിവേദനം നൽകിയിരുന്നു. എന്നാൽ റോഡിന്റെ നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം ലഭ്യമാകാതിരുന്നത് പ്രവൃത്തികൾ അനിശ്ചിതത്വത്തിലാക്കി. ഇതോടെയാണ് സമീപവാസികൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കി റോഡിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്തത്. തുടർന്ന് 2024 മാർച്ചിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. നഗരസഭയുടെ തെക്കേയറ്റമായ വാടക്കൽ പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ 1-ാം വാർഡിനോട് ചേർന്നുള്ള വാടപ്പുഴി കടലിൽ സംഗമിക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് പാലത്തിന്റെയും റോഡിന്റെയും നിർമ്മാണം പൂർത്തിയായതോടെ സമീപവാസികൾ ഉൾപ്പെടെ നിരവധി നാട്ടുകാരാണ് നിത്യേന ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തുന്നത്. മത്സ്യബന്ധി ജംഗ്ഷനിൽ ചേർന്ന സമ്മേളനത്തിൽ സലാം MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, AS കവിത, കൗൺസിലർമാരായ മേരി ലീന, എൽജിൻ റിച്ചാർഡ്, B അജേഷ്, രമ്യ സുർജിത്ത്, പഞ്ചായത്ത് അംഗം സുരേഷ് ബാബു, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരായ S ഗൗരി കാർത്തിക, S ബിനുമോൻ, വിഷ്ണു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ C ശ്യാംജി, VG വിഷ്ണു, PU ശാന്താറാം, VJ ജോൺ, L മായ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് സർവന്റ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വിപണിക്ക് ആലപ്പുഴയിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് R നാസർ ഓണം വിപണിയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ ഗവൺമെന്റ് സർവന്റ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വിപണിക്ക് തുടക്കമായി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കുന്നതിന് സർക്കാർ സഹായത്തോടെ കൺസ്യൂമർ ഫെഡും സഹകരണ സംഘങ്ങളും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഹകരണ ഓണം വിപണി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് R നാസർ ഉദ്ഘാടനം ചെയ്തു. സാധനങ്ങൾ കമ്പോളത്തിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഓണക്കാലത്ത് സ്വാഭാവികമായും വിലക്കയറ്റം വരും. ആ വിലക്കയറ്റത്തെ നമുക്കൊന്ന് തടഞ്ഞു നിർത്താനും ന്യായമായ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. എല്ലാം കൊണ്ടും ഓണം ഇത്തവണ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഗവൺമെൻറ്റും എല്ലാം ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഓണച്ചന്തകൾ ഇങ്ങനെ വ്യാപകമായി നമ്മൾ നടത്തുന്നുണ്ട്. കൺസ്യൂമർ ഫെഡും അതുപോലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇതിന് പുറമെ നമുക്ക് സാധാരണക്കാരായ ജീവനക്കാരുടെ തുടങ്ങിയ എല്ലാവരുടെയും കയ്യിലേക്ക് ഓണത്തിന് പണമെത്താൻ കഴിയുന്നവരിലേക്കുള്ള സഹായങ്ങൾ ചെയ്യുന്നു. 20,000-ഓളം കോടി രൂപയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇതിനോടകം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിലക്കയറ്റം തടഞ്ഞു നിർത്താനും
ന്യായമായ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുമായിട്ടാണ് ഇത്തരം വിപണികൾ സംഘടിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ ഗവൺമെന്റ് സർവന്റ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജിജോ ജോസഫ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ആദ്യ വിൽപ്പന നടത്തി. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ സമ്മാന കൂപ്പൺ വിതരണം ചെയ്തു. ആലപ്പുഴ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ VK സുബിന ഓണം സ്പെഷ്യൽ കിറ്റിന്റെ വിതരണം നടത്തി. കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ A. ഓമനക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. C. സിലീഷ്, PD ജോഷി, പ്രശാന്ത് ബാബു, ലെവിൻ K. ഷാജി, P. സുനിൽകുമാർ, TL പ്രീതിമോൾ, ജിഷമോൾ ജോസഫ്, സജി, P. സുനിൽ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് സർവന്റ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് PS സുമേഷ് ചടങ്ങിന് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി R. ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശത്തിന് മാറ്റുകൂട്ടി വഞ്ചിപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചു. PP ചിത്തരഞ്ജൻ MLA വഞ്ചിപ്പാട്ട് മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി TV തോമസ് മെമ്മോറിയൽ അഖില കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് ഒളിമ്പ്യൻ NR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തീരദേശ ഹൈവേയിൽ പൂർത്തിയായ വാടപ്പുഴക്കലിങ്ങിന്റെയും കൽക്കട്ടിന്റെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ചടങ്ങിൽ അമ്പലപ്പുഴ MLA H. സലാം അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് സർവന്റ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വിപണിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് R. നാസർ ഓണം വിപണിയുടെ ഉദ്ഘാടനം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.